നമസ്കാരം. മഹാനായ ചക്രവർത്തി പിണറായി വിജയൻ നമുക്ക് കേരള ജനതയ്ക്ക് ഒരു പുതിയ സംഭാവന, ഒരു മഹത്തായ സംഭാവന തരുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. 50 രൂപ മാത്രം ഫീസ് കൊടുത്തുകൊണ്ട് നേടാമായിരുന്ന ഒരു സേവനം, ഒരു സർക്കാർ സേവനം, അല്ലെങ്കിൽ നമ്മുടെ അത്യന്താപേക്ഷിതമായ ഒരു സംവിധാനത്തെ ഇനി നമുക്ക് ലഭിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. അത് എത്ര ലക്ഷം എന്ന് പറയാൻ പറ്റൂല. 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ആകാം. ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ ഇനി പരാതി കൊടുക്കാനാവൂ. നിലവിൽ നമ്മൾ കണ്ടതാണ്, ഒരു വീടിന്റെ പെർമിറ്റ് എടുക്കുന്നതിന്, എങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ ഒരു അനുമതി തരണം എന്ന് പറയുന്നതിന് വേണ്ടി വെറും 1000, 1200, 1600 മാത്രം കൊടുക്കേണ്ടിയിരുന്ന ഫീസ് നിരക്കുകൾ 24,000, 50,000, 1 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ആയി മാറിയത് നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് രൂപ ഒരു വീട് നിർമ്മിക്കുന്ന പണം തന്നെ ഫീസായി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെച്ചു. അശാസ്ത്രീയമായ ഒരു ഫീസ് നിർണയ സംവിധാനത്തിലൂടെ എങ്ങനെ കേരളത്തിൽ ജനങ്ങളെ പിഴിയാമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അതിലൂടെ നടപ്പിലാക്കിയത്. അവിടെ സഖാക്കളടക്കം ഒരാളും മിണ്ടിയില്ല. ആകെ മിണ്ടിയത് അരീക്കോടുള്ള ഒരു നിസാർ ബാബുവാണ്. മിണ്ടിയതിനു വേണ്ടിയിട്ട് നല്ലോണം കിട്ടി, നല്ല അടിയും കിട്ടി. 1.5 ലക്ഷം രൂപ വരെയുള്ള മൊബൈൽ ഫോണും പോയി, 10-25,000 രൂപേന്റെ മൈക്കും പോയി. ഇതൊക്കെ സഖാക്കൾ പിടിച്ച് മോഷ്ടിച്ചെടുത്തു. അതാണ് ആകെ പ്രതികരിച്ചുകൊണ്ട് കിട്ടിയത്. അതിനൊരു പരാതി കൊടുത്തിട്ട് അത് കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ള മറുപടിയാണ് കിട്ടിയത്. കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും ബാധിക്കുന്ന വിഷയമാണ്. അതിനേക്കാൾ വലിയ വിഷയമാണ് ഇനി നിങ്ങൾ മുന്നിലേക്ക് വരാൻ പോകുന്നത്. വീട് വെക്കണ്ട, വാടകയ്ക്ക് കിടക്കാന്ന് വെക്കാം. പക്ഷെ ഇതത് പറ്റില്ല. 50 രൂപേന്റെ സ്ഥാനത്ത് 5 ലക്ഷമോ 10 ലക്ഷമോ ഇനി നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വരും. നിങ്ങളതിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ലോൺ എടുത്താണ് ജീവിക്കുന്നത്, ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി എന്താണ് ആ കാര്യം എന്ന് അറിയണ്ടേ? പോവാം. നിങ്ങളൊരു പ്രവാസിയാണെന്ന് ചിന്തിക്കുക. വേറെ പറയാനുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങളൊരു പ്രവാസിയാണെന്ന് വിചാരിക്കുക. പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ടു, വർഷങ്ങളോളം ചോര നീരാക്കി കഷ്ടപ്പെട്ട് നിങ്ങൾ നാട്ടിൽ സമ്പാദിച്ചു, നിങ്ങൾ ജീവിക്കാനുള്ള കുറച്ച് പണം ഉണ്ടാക്കി, അത് നിങ്ങൾ വസ്തുവകൾ വാങ്ങി, അതിലൊരു വീട് വെച്ചു, നിങ്ങളുടെ ഭാര്യയും കുട്ടികളും മര്യാദയ്ക്ക് അതിനകത്ത് ജീവിച്ചു വരുന്നു. ഓക്കെ, സന്തോഷത്തോടെ അവർ ജീവിച്ചു വരുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഭാര്യയ്ക്കൊപ്പം മക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. നിങ്ങൾ ആ തൊഴിലൊക്കെ നിർത്തി ഇനിയുള്ള കാലം നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണമെന്ന് കരുതി തങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതാണോ പെണ്ണോ ആയിക്കോട്ടെ, നാട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്വത്തും സമ്പാദ്യം മുഴുവൻ ഭാര്യയും അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരും മറ്റുള്ളവരും, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരും മറ്റുള്ളവരും കൈയടക്കി വെച്ചുകൊണ്ട് നിങ്ങളെ തെരുവിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ചോദ്യമാണ്. നിങ്ങൾ മറുപടി പറയും. അവിടെ നിന്നുകൊണ്ട് വേണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി കൊടുക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഒരു പരാതി കൊടുക്കും. ഇന്ന് അതിനുള്ള സംവിധാനമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ്, ഇന്ന അക്കൗണ്ടിലൂടെ ഇന്ന രീതിയിൽ കൊണ്ടുവന്ന പണമാണ്, ഞാനിപ്പോൾ വഴിയാധാരമായിരിക്കുന്നു, എനിക്ക് എൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളും തിരിച്ചു കിട്ടണമെന്ന് കോടതിയിലേക്ക് പോയാൽ ഉറപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനം അതിന് നമ്മൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇനി നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വെയിറ്റ് ചെയ്യൂ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇനി ഭാര്യ ഭർത്താവ് സുഖമായി കുടുംബമായിട്ട് നിങ്ങൾ ജീവിച്ചു വരണമെന്ന് ചിന്തിച്ചുള്ളൂ. നാട്ടിൽ തന്നെ, പ്രവാസമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ കുടുംബ കോടതിയിലെ കേസുകൾ നമുക്കറിയാലോ. ഏറ്റവും കൂടുതൽ കേസുകൾ കൊടുക്കുന്ന സ്ത്രീകളാണ്. പുരുഷന്മാർ വളരെ റയറായിട്ട് കേസുകൾ കൊടുക്കുന്നുണ്ട്. ഈ സ്ത്രീകൾക്ക് നിലവിൽ അവരുടെ സ്വർണം, അവരുടെ പണം, അവരുടെ മറ്റ് വസ്തുക്കൾ ഇതൊക്കെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കഥകൾ നമുക്കറിയാം. ഇനി അത്തരം കേസുകളിൽ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കണം. നിലവിൽ ഒരു 50 രൂപ കൊടുത്ത് കണ്ടൊരു പരാതി എടുക്കായിരുന്നു. ഒരു കോടതിയിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വക്കീൽ ഫീസ് നോക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇനി അത് പോരാ. ഇനി ലക്ഷങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി ഭാര്യയാണ് അടിച്ചുകൊണ്ട് പോയെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതുപോലെ അവരുടെ നഷ്ടം കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി ഫീസ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം ആദ്യമേ പറഞ്ഞിരുന്നു. ഒരു സ്ലാബ് അടിസ്ഥാനത്തിൽ ഇത്ര സ്ക്വയർ മീറ്റർ എന്ന രീതിയിൽ സ്ലാബ് കണക്ക് കൂട്ടിയിട്ടാണ് ഈ കെട്ടിട നിർമ്മാണമായിട്ട് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പെർമിറ്റ് ഫീസ് നിശ്ചയിക്കുന്നെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ. എത്ര രൂപയുടെ സമ്പാദ്യമാണ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്, അതിന്റെ ഇത്ര ശതമാനം ഫീസ് കെട്ടിവെക്കാതെ നിങ്ങൾക്ക് ഒരടി ചലിക്കാൻ പറ്റൂല, അപേക്ഷ കൊടുക്കാൻ പറ്റൂല, പരാതി കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ 1 രൂപ പോലും നിവൃത്തിയില്ലാതെ ഭാര്യയോ ഭർത്താവോ അവരെല്ലാവരും കൂടെ നിങ്ങളെ അടിച്ച് തെരുവിലേക്ക് ഇറക്കിയതായിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തില്. എന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുമ്പോൾ ഒരു കോടതിയെ ആശ്രയിക്കുമ്പോഴാണ് പറയുന്നത്
നിങ്ങൾക്ക് 10 കോടി രൂപയുടെ മുതലുണ്ട് ഇതെല്ലാം കൂടി, അതുകൊണ്ട് ഇത്ര ലക്ഷം കെട്ടിവെച്ചാലേ കേസെടുക്കാൻ പറ്റുന്നുള്ളെന്ന് വലിച്ചു പോവും. സംഗതി മനസ്സിലായില്ലേ? നമ്മുടെ സർക്കാർ പിണറായി വിജയനെ ജയിപ്പിച്ചു വിട്ടതിന് ഇപ്പൊ ഏതൊക്കെ രീതിയിൽ പിഴിയാൻ നോക്കിയിട്ട് അവസാനം കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുക്കേണ്ടി വരുന്നത് അവസാന ഘട്ടത്തിലാണ്. എല്ലാ മധ്യസ്ഥ പ്രവൃത്തിയും കഴിഞ്ഞ്, എല്ലാ യോജിപ്പും കഴിഞ്ഞ്, മറ്റെന്തെങ്കിലും കേസോ വഴക്കോ അത്തരത്തിലുള്ള എല്ലാ മധ്യസ്ഥ പ്രവൃത്തിയും കഴിഞ്ഞ് അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണ് കുടുംബ കോടതിയിലേക്ക് പോകുന്നത്. ഒരു സമാധാനം ഇല്ലാത്ത സമയത്ത്, ആ സമയത്ത് തങ്ങളുടെ ആ ഒരു കഷ്ടപ്പാട്, ആ മാനസിക വിഷമത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കോടതിയിലേക്ക് സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെ പിഴിയാമെന്നാണ് പിണറായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറും 50 രൂപയ്ക്ക് ഈ പരാതി കൊടുക്കാമായിരുന്നത് ഇനി ലക്ഷങ്ങൾ വേണം. പിണറായി വിചാരിക്കുകയാണ് ഇതിനൊരു 5 കോടി രൂപയുടെ മുതലുകളുണ്ട്, ഇത്ര ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ട്, ഇത്രയും നിങ്ങളുടെ സ്വത്തുവകകൾക്ക് ഇത്ര മൂല്യമുണ്ട് എന്നൊക്കെ എന്നെ കണക്ക് കൂട്ടുക. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ ഇത്ര ശതമാനം പൈസ നിങ്ങൾ ഫീസായിട്ട് കെട്ടിവെക്കുക, എന്നിട്ട് നമുക്ക് കേസെടുക്കണോ വേണ്ടെന്ന് ആലോചിക്കാം. എന്താണ് പിണറായിന്റെ ഉദ്ദേശം? അതായത് കിട്ടാനുള്ള സ്വർണത്തിന്റെയും പണത്തിന്റെയും മറ്റു സ്വത്തുവകകളുടെയും എല്ലാം മൂല്യം കണക്കാക്കിയിട്ട് അതിന്റെ നിശ്ചിത ശതമാനം ഫീസാക്കി കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം, എന്നിട്ട് പരാതി കൊടുത്തതിന് ശേഷം മാത്രം പോയാൽ മതി. പരാതി കൊടുക്കാൻ പോയാൽ മതി, അതിന് പറ്റുന്നുണ്ടെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പോണ്ട. വക്കീലിന് കൊടുക്കാൻ പോലും പൈസ ഇല്ലാന്നും ഇതൊക്കെ പിടിച്ചു കിട്ടിയിട്ട് വേണം വക്കീലിന് ഫീസ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ സ്ത്രീകളാണ് കുടുംബ കോടതിയിൽ ഏറ്റവും അധികം പരാതികൾ ഫയൽ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ഇത്രയധികം പരാതികൾ ഫയൽ ചെയ്യുമ്പോൾ ആ പരാതികളുടെ ഫീസ് കൂട്ടുന്നത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഇനി കേസും കൊണ്ട് പോകാൻ പറ്റുമോ? ഒരു പാവപ്പെട്ടവന്റെ ഒരു 50 പവൻ ഒരാൾ പിടിച്ചു വെച്ചു, തിരിച്ചു കൊടുക്കണില്ല, ഒരു പരാതി കൊണ്ട് പോകാൻ പറ്റുമോ? ആ 50 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ മൂല്യത്തിന്റെ ഇത്ര ശതമാനം ഫീസായിട്ട് കെട്ടിവെക്കാനാണ് പിണറായി പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഇത്ര സെന്റ് സ്ഥലം ഒരാൾ കയ്യേറി വെച്ചിരിക്കുന്നു, എനിക്കിത് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗ്ഗമില്ല, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആ സ്ഥലത്തിന്റെ മൂല്യം അവർ കണക്കാക്കിയിട്ട് അതിന് ഇത്ര രൂപ ഫീസ് കെട്ടണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനി വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാം. ഒരാൾക്കൊരു വാടകയ്ക്ക് കൊടുത്തു, ആ വാടകയ്ക്ക് കൊടുത്ത വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയി ചെന്ന് കഴിഞ്ഞാൽ അയാൾ മര്യാദയ്ക്ക് വാടക കൊടുക്കുന്നില്ല, അയാൾ ആ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് ആ പീഡിക റൂം മുൻകൂർ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിച്ചെടുക്കുന്നതിന് നിയമമുള്ള ഈ നാട്ടിൽ അത്തരത്തിൽ മുൻകൂർ നോട്ടീസ് അടിച്ച് ഒഴിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ വിലയും കണക്ക് കൂട്ടിയിട്ട് അതിന് ഇത്ര രൂപ ഫീസ് ഉണ്ട്, ആ ഫീസ് കെട്ടിവെച്ചാലേ നിങ്ങൾക്ക് അവനെ ഒഴിപ്പിക്കാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള നോട്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോണത്? ഇതാണ് മഹാനായ പിണറായി ചക്രവർത്തി നമുക്കിപ്പോൾ സംഭാവന തന്നിട്ടുള്ളത്. ഇവിടെ കഷ്ടപ്പെടുന്നവന് യാതൊരു വിലയില്ല. ഏതൊക്കെ വിധത്തിൽ പിഴിയാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ പിഴിയാനുള്ള സംവിധാനമാണ് ഓരോ മേഖലകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. വീടുണ്ടാക്കുന്നത് ഇപ്പോൾ ഫീസ് കൂട്ടി, അറിയാമല്ലോ, അതിന്റെ പെർമിറ്റ് ഫീസ് കൂട്ടി, അതും കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കൂലിയെല്ലാം കൊടുത്ത് ഇടവും വാങ്ങിയിട്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേമനിധി ഫീസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫീസ് കൊടുക്കണം, എന്നാലേ അവിടെ താമസിക്കാൻ പറ്റൂ. അതൊക്കെ കേസ് നടത്താനും വക്കീലിന് ഫീസ് കൊടുക്കാനും ഉള്ളതാണെന്ന് നമുക്കറിയാം, എങ്കിലും അത് കൊടുത്തേ പറ്റൂ. ഇനി അതിനകത്ത് ഇനി ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങുന്നതിന് കൂടി ഇനി ഫീസ് വാങ്ങുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അഥവാ ഇനി അതിനും കൂടി മാത്രമേ ഫീസ് ഈടാക്കാനുള്ളൂ. ബാക്കിയൊക്കെ മഹാനായ ചക്രവർത്തി സെറ്റാക്കി കഴിഞ്ഞു.